നമസ്കാരം. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെ ആശങ്കയിലാഴ്ത്തി ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനുള്ള ഇറാന്റെ നീക്കത്തിൽ പ്രതികരണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകളെ അമേരിക്കൻ നാവികസേന അനുഗമിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കി. ട്രൂ സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെ ആശങ്കയിലാഴ്ത്തിയ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനുള്ള ഇറാന്റെ നീക്കത്തെ തുടർന്ന് ആഗോളതലത്തിൽ നയതന്ത്ര സുരക്ഷാ ചർച്ചകൾ ശക്തമായി മുന്നേറുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് വഴി ദിനംപ്രതി ലോക എണ്ണ വ്യാപാരത്തിന്റെ ഗണ്യമായൊരു വിഹിതം കടന്നുപോകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് നിർണായകമായ ഈ കടലിടുക്ക് അടച്ചിടുമെന്ന സൂചന തന്നെ ആഗോള വിപണിയിൽ വില വർധനയ്ക്കും അനിശ്ചിതത്വത്തിനും വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രതികരണവുമായി രംഗത്തെത്തിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ആവശ്യമായാൽ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന സുരക്ഷാ അനുഗമനം നൽകുമെന്നാണ് ട്രംപിന്റെ വെല്ലുവിളി. ഈ പ്രസ്താവന വെറും രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ച് അമേരിക്കയുടെ തന്ത്രപ്രധാന താൽപര്യങ്ങളും ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന സൈനിക സാന്നിധ്യവും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്ന നിലയിൽ തുടരുന്നത് അനിവാര്യമാണ്. ഇറാൻ മുൻകാലങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളുമായി ഉണ്ടായ സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ തങ്ങളുടെ ഭൂപ്രദേശിക സ്വാധീനം പ്രദർശിപ്പിക്കുന്നതിനായി ഈ കടലിടുക്ക് ഒരു സമ്മർദ്ദോപാധിയായി ഉപയോഗിക്കുന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ നേരിട്ട് ആഗോള ഊർജ്ജ വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുന്നതാണ്. എണ്ണവില ഉയർന്നാൽ അതിന്റെ ആഘാതം സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിലും വ്യവസായോൽപാദന ചെലവിലും പ്രതിഫലിക്കും. അമേരിക്കൻ നാവികസേനയുടെ ഇടപെടൽ സാധ്യത ഉയർന്നതോടെ മേഖലയിൽ സൈനിക സംഘർഷ സാധ്യതയും കൂടുതൽ ചർച്ചയാവുകയാണ്. ഗൾഫ് മേഖലയിലെ ഏതെങ്കിലും സംഘർഷം പ്രാദേശിക പ്രശ്നമായി മാത്രം നിൽക്കാതെ ആഗോള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ വരെ ഇടയാക്കും. പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക ബന്ധം ഇതിനകം തന്നെ സംഘർഷപരമായ പശ്ചാത്തലത്തിലാണ് നിലകൊള്ളുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കടലിടുക്ക് അടച്ചിടാനുള്ള നീക്കം രാഷ്ട്രീയ തന്ത്രമോ യാഥാർത്ഥ്യമായ സൈനിക തന്ത്രമോ എന്ന ചോദ്യവും ഉയരുന്നു. ഊർജ്ജ സുരക്ഷ, സമുദ്ര സ്വാതന്ത്ര്യം, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത എന്നിവയെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടു കിടക്കും. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ വിവാദം ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലുപരി അന്താരാഷ്ട്ര വിഷയവുമായി വിലയിരുത്തപ്പെടുകയാണ്. ഹോർമൂസിന് തടസ്സം നേരിട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു. 2024 ശേഷം ആദ്യമായി ബ്രന്റ് ക്രൂഡ് ബാരലിന് $85 മുകളിലെത്തി. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിനെ ചങ്കിടിപ്പോടെയാണ് ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയും ഉറ്റുനോക്കുന്നത്. കടലിടുക്ക് അനിശ്ചിതമായി അടച്ചിടുന്നത് ആഗോളതലത്തിൽ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുന്നതിനിടയാക്കുമെന്നതാണ് പ്രധാന ആശങ്ക. ലോകം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് വഴിയാണ്. എണ്ണവില വീപ്പയ്ക്ക് $100 കടന്നേക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപ് വ്യക്തമാക്കിയ നാവികസേന അനുഗമന സാധ്യത ഒരു പ്രതിരോധ നടപടിയായി കാണാമെങ്കിലും അതുതന്നെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയും ഉയർത്തുന്നു. ലോകത്തിലെ പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സംഘടനകൾക്കും ഈ വിഷയത്തിൽ സജീവ ഇടപെടൽ ആവശ്യമാണ്. ഊർജ്ജ വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നത് വിലക്കയറ്റം, സാമ്പത്തിക മാന്ദ്യം, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഒരു ഇടുങ്ങിയ ജലപാത മാത്രമല്ല, അത് ആഗോള സാമ്പത്തിക സുരക്ഷയുടെ ഹൃദയഭാഗം കൂടിയാണ്. ശക്തി പ്രദർശനത്തെക്കാൾ സ്ഥിരതയും സംഭാഷണവും മുൻനിർത്തിയ സമീപനമാണ് ദീർഘകാലപരമായി ലോകത്തിന് ഗുണകരം. സംഘർഷം ഒഴിവാക്കി സഹകരണം ശക്തിപ്പെടുത്താനാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.